ഇൻസ്റ്റഗ്രാമിലെ പെൺകുട്ടികളെ ഹരം കൊള്ളിപ്പിക്കുന്ന രണ്ട് സുന്ദര കുട്ടപ്പന്മാരാട്ടോ എന്റെ കൂടെ ഉള്ളത്, ശ്രീകുട്ടനും മുഫാസും. അപ്പൊ ഇന്ന് ഇവരുടെ വിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് ഇരുന്നാലോ, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഓക്കെ, വാ. രണ്ട് ശ്രീകൃഷ്ണന്മാരാണ് എന്റെ കൂടെ ഉള്ളത്, ശ്രീകുട്സ് ആൻഡ് മുഫാസ്. നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ്. സുഖായിരിക്കുന്നോ? എങ്ങനെ പോകുന്നു ബാംഗ്ലൂർ ജീവിതം? കുഴപ്പമില്ല, വലിയ സുഖമില്ലെന്ന്. അതെന്താ? ജോലി ചെയ്യണോണ്ട് ഡാൻസിങ് ആണ്. രണ്ടും ബാലൻസ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ബാലൻസ് ചെയ്ത് പോകുന്നു. ഭയങ്കര പാടല്ലേ? നല്ല പാടാണ്. എങ്ങനെ സമയം കിട്ടണോ നിങ്ങക്ക്? വീക്കെൻഡ് രണ്ടാളും ഫ്രീ ആണെങ്കിൽ ഞാൻ ഇവന്റെ അടുത്തോട്ട് പോകും. ഇവൻ എന്റെ അടുത്തോട്ട് വരില്ല. ഇവന്റെ അടുത്ത് പോയിട്ട്, കാരണം സ്റ്റുഡിയോ എവിടെയാണ്? എന്റെ അവിടെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, എന്നാലും ഇവൻ വരില്ല. ഞാൻ അങ്ങോട്ട് തന്നെ പോണം. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത് ഒരു ഫ്രൈഡേ നൈറ്റ് പോയി, ഫ്രൈഡേ സ്റ്റേ ചെയ്ത് സാറ്റർഡേയും സ്റ്റേ ചെയ്തിട്ട് സൺഡേ ആയിരിക്കും ഷൂട്ട്. അങ്ങനെ ഷൂട്ട് ചെയ്യും. ബാക്കിയൊക്കെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഇവൻ തന്നെയാണ്. ഞാനാണല്ലോ കൂടുതൽ പണിയെടുക്കുന്നത്, എനിക്ക് കുറച്ച് ഡിമാൻഡ് ആവാലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണം. നിങ്ങൾ ആദ്യമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ രണ്ട് ആൺകുട്ടികൾ ചേർന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര റീച്ച് കിട്ടും അങ്ങനെയൊക്കെ? കാരണം സാധാരണ പെൺകുട്ടികൾ എന്ത് കാണിച്ചാലും ഭയങ്കര റീച്ചാന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് അന്നുണ്ടായിരുന്നു? ആക്ച്വലി രണ്ടല്ല, മൂന്നുപേരായിരുന്നു. നമ്മള് തുടങ്ങിയത് 3 പേര് വെച്ചായിരുന്നു. ആക്ച്വലി നമ്മൾ 4 പേരാണ് ബാംഗ്ലൂരോട്ട് ഒരുമിച്ച് വരുന്നത്. നമ്മൾ വന്നു, അതിൽ ഒരാൾ ക്യാമറമാൻ, ബാക്കി നമ്മൾ 3 പേരും കോളേജ് മുതലേ പരിചയമുള്ള ആൾക്കാരാണ്. നമ്മൾ ഒരുമിച്ച് കോളേജിൽ ചുമ്മാ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ ഡാൻസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അവിടെ നമുക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങി നമ്മൾ ഈ 4 പേര് ബാംഗ്ലൂരോട്ട് വരുന്നു. മടിവാളയിൽ നമ്മൾ തുടങ്ങുന്നു. അവരുടെ ഒരു PG ആദ്യത്തെ ഒരു 6 മാസമല്ല, ഒരു 6 months നമ്മളവിടെ താമസിച്ച് അവിടെ തന്നെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാണ്. എനിക്ക് ഓൾറെഡി ആ സമയത്ത് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. സിംഗിൾ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവന്മാരെയും കൂടി കൂട്ടി ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ 1 million അങ്ങനെ റീച്ചായി. പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 3 പേരും ഒരുമിച്ച് ചെയ്യണത് ആ വീഡിയോ ആണ്. അത് കുറെ നാളിന് ശേഷം, 1-2 വർഷത്തിന് ശേഷം. അപ്പോൾ ആ തുടക്കം തന്നെ അടിപൊളിയായപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല രസം ചെയ്യുന്നതാണ്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോയി. നിങ്ങളുടെ കൂട്ടുകെട്ട് എപ്പോഴാ തുടങ്ങി? കോളേജ് കാലഘട്ടങ്ങളിൽ? പയ്യന്നൂർ കോളേജിലായിരുന്നു നമ്മൾ പഠിച്ചത്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ നടന്നപ്പോഴാണ് കിട്ടിയതല്ലേ? അതെ അതെ, ഇവന്മാരുടെ കൂടെയായിരുന്നു നടന്നത്. ഫസ്റ്റ് ഇയർ നമ്മൾ അങ്ങനെ കമ്പനി ഇല്ല, നമ്മൾ സെയിം ക്ലാസ് ആണ്. പക്ഷെ കണ്ടാലൊന്നും വേണ്ടില്ല അല്ലേ? അങ്ങനെയല്ല, ഇവൻ വേറൊരു പഠിക്കുന്ന കുട്ടിയുടെ കൂടെയായിരുന്നു, ഞാൻ വേറൊരു അലമ്പടി ഇവന്റെ കൂടെയായിരുന്നു. ഇവൻ എന്റെ കൂടെ അങ്ങനെ കമ്പനി അടിക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയപ്പോ ഇവന്റെ ഈ ഫ്രണ്ട് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. എന്റെ കൂടെ ഉണ്ടായ അലമ്പ് ടീം അവർ കോളേജേ മാറിപ്പോയി. പിന്നെ നമ്മൾ രണ്ടാളും മാത്രമായി. അങ്ങനെയാണ് കമ്പനി തുടങ്ങണേ. പിന്നെ പിന്നെ വേറെ ആരും ഇല്ല. അങ്ങനെയല്ല, നമ്മള് ആദ്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ +2 കഴിഞ്ഞ് കോളേജ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ലോകമാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ കോളേജിലൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുന്നു. എല്ലാം പുതിയതാണ്. പിന്നെ ഒരു സൈഡിൽ പഠനം കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ സൈഡിൽ ഇത് പ്രോഗ്രാംസ് വരുന്നു. അപ്പൊ എനിക്കൊന്നും ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യാൻ പറ്റുന്ന. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് സത്യം അതായിരുന്നു എന്റെ അവസ്ഥ. എന്നിട്ട് ഇവൻ പറഞ്ഞ പോലെ അതിങ്ങനെ ക്ലാസ്സിൽ എല്ലാ കറക്റ്റ് ടൈമിൽ പോകുന്നു, പഠിക്കുന്നു, അസൈൻമെന്റ് കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ ആദ്യമൊക്കെ. പിന്നെ മെല്ലെ മെല്ലെ ഇവൻ വന്നപ്പോൾ ക്ലാസ്സിൽ കയറുന്നത് കുറഞ്ഞു. പക്ഷെ ഞാൻ അതിലൊന്നും ഒരു റിഗ്രറ്റ് ഇല്ല കേട്ടോ. അതൊക്കെയായിരുന്നു സത്യം. പക്ഷെ സെയിം ടൈം നമ്മൾ രണ്ടുപേരും പഠിക്കും. ടീച്ചേഴ്സിന്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉഴപ്പന്മാരായിരുന്നു. സപ്ലി എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവന് സപ്ലി ഉണ്ടായിരുന്നില്ല. അയ്യോ, അത് പാസ്സായത് വലിയ കൊട്ടക്കണക്ക് മാർക്ക് വാങ്ങിച്ചിട്ടൊന്നുമില്ല. കൂടെയുള്ള ആൾക്കാരും തോക്കുന്ന പ്രതീക്ഷയിലല്ലേ നമ്മൾ. പിന്നല്ല. അപ്പോ അതിന്റെ ഇടയിൽ ഇവൻ അല്ലേ? ഇല്ല, അവസാന നിമിഷം പഠിച്ച് പാസ്സാകുന്ന ആൾക്കാരാണ് നമുക്ക്. എന്തോ ആയിക്കോട്ടെ, പാസ്സായി. പോസ്റ്റ് ഗ്രാജുവേഷന് പോണ്ടിച്ചേരിയൊക്കെ പോയി. ഞാൻ സപ്ലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. പക്ഷെ എന്നിട്ട് ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നേ. അവസാനം കറങ്ങി തിരിഞ്ഞ് എവിടെ പോയാലും ഇവൻ ഉണ്ടാക്കൂടെ, ഇവൻ വിട്ടുപോകുന്നില്ല. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ എന്താ പറയാ, അത്യാവശ്യം അറിയുന്ന ആൾക്കാരും അല്ലെങ്കിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറില്ലേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്? ഒരുപാടുണ്ട്. ആക്ച്വലി
DMs ഒക്കെ ഒരുപാട് വരും, കമന്റ്സിലൊക്കെ. സി നമ്മളെ കുറിച്ച് പറയുന്നത് വെച്ചാൽ നിങ്ങളെ കാണാൻ ഒരുപോലെ ഉണ്ട്. ഷോർട്ട് ഹെയർ ആയിരുന്നു ഇതിന് മുന്നേ. ഇപ്പൊ ഞാൻ കുറച്ച് മുടിയൊക്കെ വളർത്തപ്പോ തോന്നിയിട്ടില്ല അല്ലേ? അല്ല എനിക്കിപ്പം എന്താ പറയാ അടുത്ത് കാണുമ്പോ എനിക്ക് തോന്നണില്ല. പക്ഷെ ഞാൻ വീഡിയോയിൽ വീഡിയോസ് കാണുമ്പോ കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ബ്രദേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഇത് തന്നെ എല്ലാവരും ബ്രദേഴ്സ് ആണോ, നിങ്ങൾ ട്വിൻസ് ആണോ, നിങ്ങള് ഗേസ് ആണോ ഈവൻ പോലെ കമന്റ്സിലൊക്കെ നോക്കി കാണും. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്തില്ല. ആദ്യമൊക്കെ ഭയങ്കര കോൺഷ്യസ് ആവായിരുന്നു, ലൈക്ക് എല്ലാം പിന്നെ ആൾക്കാരെന്തിങ്ങനെ ഇപ്പൊ യൂസ് ടു ആയി. അത് നമ്മൾ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ഏതാണ്ടൊക്കെ ഒരു ധാരണയുള്ളത് കൊണ്ട് ഇപ്പൊ അതൊന്നും ഇപ്പൊ നമ്മൾ മൈൻഡ് ചെയ്തില്ല, പറയുന്നവർ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടു. ഈ ഇപ്പൊ നമ്മള് ഇപ്പൊ കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ വൈറലായിട്ട് നിന്ന് കഴിയുമ്പോ നിങ്ങൾ രണ്ടുപേരും ജിമ്മില് ഒരാള് വർക്ക് ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താ പറയാ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ജിമ്മിലേക്കൊക്കെ പോകുമ്പോ എന്തായിരിക്കും ആളുകളുടെ റിയാക്ഷൻ? അതല്ല, ആക്ച്വലി നമ്മളിപ്പോ കുറച്ച് കോമഡി ആയിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ജിമ്മിൽ അവിടെയൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. ലൈക്ക് അങ്ങനെ ക്ലയൻസിന്റെ അടുത്തൊന്നും അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ ഭയങ്കര ഫ്രീ ആകുന്നു. സ്റ്റുഡിയോന്റെ അകത്തുനിന്നേ ഉള്ളൂ ഈ അതിനുള്ളിൽ മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾ ഭയങ്കര സീരിയസ് അല്ല. പിന്നെ പുറത്ത് നമ്മള് ഫ്രണ്ട്സ് മാത്രമാണ് ഉണ്ടാകുമ്പോഴും അങ്ങനെയാണ്. പക്ഷെ ജോലിയിലൊക്കെ നമ്മൾ ഭയങ്കര പക്കയാണ്. അത് ചെയ്യൂ ഇത് ചെയ്യൂ. അപ്പൊ അവരിങ്ങനെ ചോദിക്കാറുണ്ടോ വീഡിയോസ് ഒക്കെ നന്നായിരുന്നു? അവര് കണ്ടു, ലൈക് ക്ലയൻസ് ഒക്കെ ഇങ്ങനെ വീഡിയോ കാണും, എന്നിട്ട് അവര് പറയാ വീഡിയോസ് കൊള്ളായിരുന്നു. പിന്നെ കമന്റ് സെക്ഷനിലും കൂടുതലും നമ്മളെ ആൾക്കാർ തന്നെ ഉണ്ടാവും. ഫ്രണ്ട്സ് ആയാലും കൊലീഗ്സ് ആയാലും ഒക്കെ സപ്പോർട്ടീവ് ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് സംഭവം, അതുകൊണ്ട് വലിയ സന്തോഷം. രണ്ടുപേർക്ക് എത്ര പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്? എനിക്കൊരു സത്യം പറയാം, 2-3 വന്നിട്ടുണ്ട്. അതും 3 ഹിന്ദിക്കാരിയാണ്. നോർത്ത് ഇന്ത്യൻ നേരിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലാണോ? ഇൻസ്റ്റാഗ്രാമില് ഇവന് കുറെ കിട്ടിയാണ്. അവിടുത്തെ ഏതോ ഒരു ആക്ടർ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടായിരിക്കൂലേ? അല്ലേ? ഇല്ലല്ലേ? എന്നാലും നോർത്ത് ഇന്ത്യൻസ് അല്ല അവരൊക്കെ കാണാൻ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് വരുന്നത്. മലയാളീസ് കുറവാണല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ചിലപ്പോ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. ഹിന്ദി കമന്റ് കുറെ വരാറുണ്ട്. അതെന്താ പറയുന്നതെന്ന് അറിയില്ല, എന്നാലും നമ്മളെ ലൈക്ക് ഇട്ട് കൊടുക്കും. നല്ലതാണെന്ന് വിചാരിക്കും. ലവ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും, കന്നഡ, ലൈക്ക് തെലുഗു കമന്റ്സ് വായിക്കാറിയത്തില്ലല്ലോ. അതെ, അവരുടെ ലാംഗ്വേജ് തന്നെ ഇടാറുണ്ട്. അതിൽ എന്ത് തെറിയാണോന്ന് അറിയില്ല കേട്ടോ, എന്നാലും ലൈക്ക് ഇട്ട് കൊടുക്കും. നല്ലതായിരിക്കും വിചാരിച്ചിട്ട്. നിങ്ങക്ക് കോമഡി ആയിട്ട് വന്നിട്ടുള്ള പ്രപ്പോസൽസ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പേര് പറയണ്ട, അല്ലാണ്ട് എന്തെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് DMs ക്രഷ് ഉണ്ട് കൂടുതലും വരും. ചേട്ടനോട് ഭയങ്കര ക്രഷ് ഉണ്ട്, ചേട്ടൻ സോ ക്യൂട്ട്, അങ്ങനെ ചിരിയാണ്, നല്ല രസമാണ്. എന്നോട് പറയാറുണ്ട്. പറഞ്ഞിട്ടില്ല അല്ലേ? പറഞ്ഞിട്ടുണ്ട്.